ഇവിടെയാണല്ലേ ചേട്ടന്റെ വീട്? അതെ. അങ്ങനെ നമ്മുടെ അനശ്വര പ്രേമം തുടങ്ങിയിട്ട് ഇന്നേക്ക് 3 ദിവസം തികയാണ്. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ പ്രേമിച്ച് നടക്കുന്നത്? ഏകദേശം ഒരു മെയ് 16-ാം തീയതി വരെ. അത് കഴിഞ്ഞ് ഞാൻ ഒരു കല്യാണം കഴിക്കാലോ. നിങ്ങളൊരു ദുഷ്ടനാ. എടി കല്യാണം കഴിക്കുന്ന പറഞ്ഞാൽ നിന്നെ കല്യാണം കഴിക്കുന്ന. അപ്പൊ നിങ്ങൾ ദുഷ്ടനല്ല, ചതിയനും കൂടെയാ. അതെങ്ങനെയാ ഞാൻ നിന്നെ കല്യാണം കഴിച്ചാൽ ഞാൻ ഒരു ചതിയനാവുന്നേ? നിങ്ങളെ പോലെ ജോലിയും കൂലിയില്ലാത്ത ഒരാളുടെ കൂടെ വന്നാലേ ഞാൻ കഷ്ടപ്പെടുകയുള്ളൂ. മാത്രമല്ല നിങ്ങളെ പോലെ ഒരുത്തനെ എന്നെ കെട്ടിച്ച് തരികയല്ല. അതെന്താ? എന്റെ ഡാഡി അത്രക്ക് അഭിമാനിയാ. ഇത്രയും അഭിമാനിയാവാ? നിന്റെ അച്ഛൻ ആരാന്നോ? ഈ നാട്ടിൽ അറിയപ്പെടുന്ന പത്രക്കാരനാ. പത്ര റിപ്പോർട്ടറാ? പത്ര റിപ്പോർട്ടറൊന്നുമല്ല, പത്ര വ്യവസായിയാ. ഈശ്വര, ഇത്രയും വലിയൊരു പത്ര വ്യവസായിയുടെ മകളെ എനിക്ക് കിട്ടിയ ഒരു പണിയും ചെയ്യാതെ ജീവിതകാലം മുഴുവൻ തിന്ന് ജീവിക്കാം. ചേട്ടൻ എന്താ ആലോചിക്കുന്നത്? എടി നിന്റെ അച്ഛൻ നിന്നെ എനിക്ക് കെട്ടിച്ചു തരുമോന്ന്? ഒരിക്കലും കെട്ടിച്ചു തരും. എന്താ? എന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ നല്ല അറിയപ്പെടുന്ന അന്തസ്സുള്ള ഫാമിലിയാ. അപ്പൊ നീ എന്ത് ചെയ്യും? നമുക്ക് ഒളിച്ചോടിയാലോ? എന്താ പറഞ്ഞേ? ഒളിച്ചോടാന്ന്. എങ്ങോട്ട്? ചേട്ടൻ തെക്കോട്ട് ഓടിക്കോ, ഞാൻ വടക്കോട്ടോടാ. ചേട്ടൻ നല്ലൊരു ജോലി സമ്പാദിക്കും. മിണ്ടിപ്പോകരുത്. ഇത്രയും വലിയൊരു പത്ര വ്യവസായിയുടെ മരുമകൻ പണിക്ക് പോകെ നടക്കണ കാര്യമല്ലെന്നും പറ. ഒന്ന് നിന്നേ, എനിക്കൊരാഗ്രഹമുണ്ട്. നിന്റെ അച്ഛനെ കാണണമെന്നും പരിചയപ്പെടണമെന്നും എനിക്ക് വലിയ മോഹം. എന്റെ അച്ഛനെ അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ പറ്റിയൊന്നുമില്ല. അതെന്താ? എന്റെ അച്ഛനെ ഇന്നൊരു സ്ഥലത്താണെങ്കിൽ നാളെ വേറൊരു സ്ഥലത്തായിരിക്കും. ഓരോ ദിവസം ഓരോരോ സ്ഥലത്തായിരിക്കും. ഈശ്വര, ഇത്രയും വലിയ ഒരാളുടെ മനുമാനാകാൻ സാധിച്ചാൽ അതിന് വലിയൊരു ഭാഗ്യം വേറൊന്നുമില്ല. അയ്യോ ചേട്ടൻ, എന്റെ അച്ഛൻ വരുന്നുണ്ട്. എങ്കിൽ നിന്റെ അച്ഛനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ട് നീ. അയ്യോ അതിനൊന്നും സമയമില്ല, ഞാൻ. അയ്യോ അച്ഛൻ എനിക്ക് പരിചയപ്പെടുത്തി താ. അയ്യോ ചേട്ടൻ, ദാ വരുന്നതാ എന്റെ അച്ഛൻ. ആ ചോപ്പക്കാറിലോ മഞ്ഞക്കാറിലോ ഏതിൽ വരുന്ന നിന്റെ അച്ഛൻ? കാറിലും ലോറിയിലൊന്നും അല്ല, പിന്നെ ദാ വരുന്നതാ എന്റെ അച്ഛൻ. പഴയ പേപ്പർ എടുക്കാറുണ്ടോ? പഴയ പേപ്പർ എടുക്കാറുണ്ടോ? അതേ പോണ്. മാഷേ 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 നീലാംബരം മാഷേ, നീലാംബരം മാഷേ. മുഖത്ത് നോക്കി നിന്റെ അപ്പനെ വിളിക്കുന്നോടാ? അയ്യോ അപ്പനെ വിളിച്ചതല്ല, നീലാംബരം മാഷേ എന്ന് വിളിച്ചതാണ്. അല്ല ചെവിക്കെന്ത് പറ്റി? ചെവിക്കെന്ത് പറ്റി? ആ തലനീരിറങ്ങിയതാ. ആണാ? 2 സൈഡ് അടിച്ചുപോയി. അടിച്ചുപോയി? പിന്നെ അല്ല മാഷിത് എവിടെയായിരുന്നു 2 ദിവസമായിട്ട്? 2 ദിവസമായിട്ട് എവിടെയായിരുന്നു ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. 2 ദിവസമായിട്ട് എവിടെയായിരുന്നെന്ന് ഞാൻ. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഞാൻ നമ്മുടെ ചേർത്തലയില് കുമാരനാശാന്റെ, നീ കേക്കണ്ടോ? കേക്കണ്ടേ? കുമാരനാശാന്റെ അനുസ്മരണ സമ്മേളനം ചേർത്തലയില്. അപ്പൊ അടിച്ചു പൊളിച്ച് പ്രസംഗം നടത്തിയിട്ടുണ്ടാവല്ല? എങ്ങനാ? അല്ല പ്രസംഗം നടത്തിയിട്ടുണ്ടാവല്ല? പിന്നെ ഗംഭീര പ്രസംഗമല്ല. പ്രസംഗമൊക്കെ അടിച്ച് ഞാൻ അങ്ങോട്ട് പൊളിച്ച്. പക്ഷെ ഒരൊറ്റ സങ്കടമുള്ളൂ. എന്താ പക്ഷേ? എന്റെ അനുസ്മരണ പ്രസംഗം കേൾക്കാൻ സ്പോട്ടില് കുമാരനാശാനും കൂടി വേണ്ടിയിരുന്നു. ഒന്നുമില്ലെങ്കിൽ അറിയിച്ചിട്ടുണ്ടാവില്ലടാവേ, അല്ലെങ്കിൽ ബസ് കിട്ടി കാണില്ല. അല്ല മാഷേ, ഇങ്ങനെയൊക്കെ നടന്നാ മതിയാ? ഇത് തന്നെ ഞാനും പറഞ്ഞത്. ഇങ്ങനെ നടന്നാലേ ഉച്ചക്കഞ്ഞിൽ അവള് വെള്ളം ഒഴിക്കും. വേഗം നടക്കും. ഇങ്ങനെയൊക്കെ നടന്നാ മതിയാ? ഇലക്ഷൻ ആയിന്ന്. അല്ലെങ്കിൽ നമ്മൾ ഇലയെ തന്നെ ഉണ്ണിനുള്ള പ്ലേറ്റ് കഴുകാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ? അതല്ലേ പറഞ്ഞത്, ഇലക്ഷൻ ആയിന്ന്. തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പായിന്ന്. ഓ വോട്ട് വോട്ട്. ഈ വിവരം നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു ഞാൻ. പറയണ കേക്കണ്ടോ? നമ്മൾ വീടുകളൊക്കെ ഒന്ന് കേറണം. ആളുകളെയൊക്കെ കുറെ കൂടി സംഘടിപ്പിക്കണം. അയ്യോ നമ്മൾ വീടുകൾ കയറിയിട്ടാ ആളുകളെ സംഘടിപ്പിച്ചിട്ടാ കാര്യമില്ല. നമ്മൾ ഈ മണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ ദിവാരം മാഷിനെ പോയി കാണണം. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ മണ്ടന്മാരാ. എനിക്കത് നേരത്തെ അറിയാവുന്ന കാര്യം. ഈ മണകുണാഞ്ചൻ എന്തൊക്കെയാണ് പറയണത്? മണകുണാഞ്ചൻ നിന്റെ അപ്പനാടാ. അത് കേട്ടു. എന്റെ മാഷെ ദിവാകരൻ മാഷ ആശുപത്രിയിലാണ്. എന്റെ പൊന്നു ദൈവമേ, ഇത്ര പെട്ടെന്ന് പ്രസവം കഴിഞ്ഞ? ഓ എന്റെ ദൈവമേ, ദിവാകരൻ മാഷ ആശുപത്രി കിടക്കുവാണ്. ആശുപത്രി കിടക്കുവാണ്. ദിവാകരനാ? ദിവാകരൻ. അപ്പൊ നമ്മൾ പോയി ഒന്ന് കാണണം. ദിവാകരൻ മാഷിനെ പോയി കണ്ട് സംസാരിക്കണം. മനസ്സിലായോ? എങ്ങനാ? എന്റെ പൊന്നു മാഷേ, അതായത് ദിവാകരൻ മാഷിനെ പോയി കണ്ട് സംസാരിക്കണം. നിർത്തറ. ദിവാകരനെ പോയി കണ്ട് സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് വാതുറന്ന് നിങ്ങൾ പറഞ്ഞാ പോരെ. അതിന് നീ കണ്ട് ഇങ്ങനെയൊക്കെ പറയണ എന്തിനാണ്? അല്ലടാ. അതൊക്കെ പോട്ടെ മാഷേ. പക്ഷെ ഇതല്ല, ഇതെല്ലാം ഒരു കണക്കൂട്ടിലാണ്. ആ കണക്കൂട്ടൽ തെറ്റാതെ വേണം നമുക്ക് മുമ്പോട്ട് പോവാൻ. അപ്പൊ നമുക്കിപ്പോ ഒരു പണി ചെയ്യാം. നമുക്ക് നേരെ ഇതെന്താണ്? എടാ ദിവാകരനെ പോയി കണ്ട് സംസാരിക്കാന്ന്. വായിങ്ങട് കണ്ണും കാണൂല, ചെവിയിലേക്കില്ലാണ്ട്. മാഷേ, അപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. കാര്യങ്ങളൊക്കെ മാഷ് സംസാരിച്ചോളണം.
അല്ല ഈ സംസാരിക്കാൻ എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല. പിന്നെ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോ ഈ വയറിന്റെ ഉള്ളിൽ കിടന്ന് കളപുളോ എന്ന് പറഞ്ഞൊരു ബഹള. കാര്യം വിട്ടേരി. വയറിന്റെ ഉള്ളിൽ പടക്കം പൊട്ടിച്ചാ മാറുവോ? വയറിനകത്ത് പടക്കം പൊട്ടിക്കാനല്ല, വയറിന്റെ കാര്യം വിട്ടേരി. മാഷ് പറയാനുള്ളതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാം. അയ്യടാ, ഞാൻ അവനോട് പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോടാ? ചെവി കേൾക്കാൻ പാടില്ലാത്ത ഞാൻ അവനോട് പറഞ്ഞിട്ട് അവൻ പറഞ്ഞ വല്ലോ എനിക്ക് കേൾക്കാൻ പറ്റുമോ? അതിന് വഴിയുണ്ട് മാഷേ, അതിന് വഴിയുണ്ടെന്ന്. മാഷ് ആദ്യം നിന്ന് ദിവാകരൻ മാഷോട് ചോദിക്കാം, ദിവാകര അസുഖക്ക് എങ്ങനെയുണ്ടെന്ന്. ദിവാകര അസുഖക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഞാൻ. അവനോട്. അപ്പൊ ദിവാകരൻ പറയല്ലോ കുറവുണ്ടെന്ന്. അപ്പൊ മാഷ് പറയാ ദൈവത്തിന് സ്തുതിന്ന്. ദേവസിക്ക് പൊതിയോ? ദേവസിക്ക് പൊതിന്നല്ല, ദൈവത്തിന് സ്തുതി സ്തുതി സ്തുതി. നിർത്തടാ, ദൈവത്തിന് സ്തുതി എന്നല്ലേ? അതങ്ങ് വാ തുറന്ന് പറഞ്ഞാ പോരാ. അതിന് നീ വെറുതെ കിടന്നെങ്കിൽ കൊഞ്ഞൻ കുത്തി കാണിക്കണ എന്തിനാ? അല്ലേടാ? അതൊക്കെ പോട്ടെ മാഷേ, ഇതെല്ലാം നമ്മുടെ ഒരു കണക്കൂട്ടിലാണ്. അപ്പൊ നമ്മുടെ കണക്കൂട്ടിൽ തെറ്റാതെ വേണം മുമ്പോട്ട് പോവാൻ. ഇതിന് ശേഷം രണ്ടാമത് മാഷ് ചോദിക്കണം ഏത് ഡോക്ടറാണ് നോക്കണേന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് ദിവാകരൻ മാഷ് പറയും ഇന്ന ഡോക്ടറാണ് നോക്കണേന്ന് പറയും. അപ്പൊ പറയണം ആ ഡോക്ടറാണ് പറ്റിയ ഡോക്ടർ. മൂന്നാമതായിട്ട് മാഷി ചോദിക്കണം ദിവാകര എപ്പ പോകുന്നു. അപ്പൊ നമ്മൾ അപ്പം മേടിച്ചോണ്ട് പോകണം. ഓ ദേ കിടക്കുന്ന മാഷേ, ദിവാകര എപ്പ പോകുന്നു ചോദിക്കണം. അപ്പൊ ദിവാകരൻ പറയും 1-2 ദിവസം കഴിഞ്ഞ പോകുന്നു. ദിവാകരൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് മാഷ് പറയണം ഞാൻ പ്രാർത്ഥിക്കാൻ ദിവാകര എന്ന് പറയണം. ഇതെല്ലാം നമ്മൾ കണക്കൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണക്കൂട്ടിൽ ഒരിക്കലും തെറ്റാൻ പാടില്ല. അപ്പ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ല? കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷേ നിങ്ങൾ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. ഒന്നും കൂടി പറയണ്ട, എഴുതി അന്ന് തന്നേക്കാം. അവിടെ ചെന്നിട്ട് അതുപോലെ നോക്കി അങ്ങ് പറഞ്ഞാ മതി. പിടിച്ചോ, പൊക്കിക്കോ. അയ്യോ, നല്ല മധുരം. അയ്യോ, ദേ അപ്പൂപ്പ, മരുന്നൊക്കെ കൃത്യസമയത്ത് കഴിച്ചോണം. പക്ഷേ എഴുതി തന്നൊക്കെ അറിയാലോ, കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കണം. പിന്നെ വേറൊരു കാര്യം, നമ്മളൊരു കണക്കൂട്ടിലാണ് പോണത്. നമ്മുടെ കണക്കൂട്ടിൽ തെറ്റാൻ പാടില്ല. ദിവാകരൻ മാഷേ, എല്ലാരും ഉണ്ടല്ലോ. ഇതെന്താ വിശേഷിച്ച്? എങ്ങനെയുണ്ട് ഇപ്പൊ അസുഖം? 2 ദിവസമായിട്ട് ഭയങ്കര കൂടുതലാ. രക്ഷപ്പെടുമെന്ന് സംശയ. സന്തോഷമായി, ദൈവത്തിന് സ്തുതി. ആരാ ചികിത്സിക്കണേ? കാലൻ. ദിവാകരൻ മാഷിന് പറ്റിയ ഡോക്ടറാ. എന്നാ പോണേ? ഞാൻ നാളെ നേരെ സെമിത്തേരിയിലേക്ക് പോകുവാ. എന്താണോ? ഇന്ന് തന്നെ പോണോന്നാണ് എന്റെ ആഗ്രഹം. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങള് തല്ലല്ലേ? ഞങ്ങളെ കംപ്ലീറ്റ് കണക്കൂട്ടിൽ തെറ്റി.